പേളിമാണിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അതും സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേളിമാണി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏത് വീഡിയോസ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അതിനൊന്നും താഴെ ഒറ്റ നെഗറ്റീവ് കോമൻസ് ഇല്ല, പോസിറ്റീവ് കോമൻസ് മാത്രം. വളരെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. കൂടുതൽ ആളുകൾ എന്ത് പോസ്റ്റ് ചെയ്താലും ഒരു 10 നെഗറ്റീവ് കോമൻസ് എങ്കിലും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഇടയിലാണ് പേളി മാത്രം ഇങ്ങനെ പോസിറ്റീവ് കോമൻസ് മാത്രം. പക്ഷേ ഇന്നലത്തോടു കൂടി യാഥാർത്ഥ്യമല്ല അവർക്ക് മനസ്സിലായി. ആര് നെഗറ്റീവ് കോമൻസ് ഇട്ടാലും പേളി മെനക്കെട്ടിരുന്ന് നെഗറ്റീവ് കോമൻസ് ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല ആ അക്കൗണ്ട് പിടിച്ച് ബ്ലോക്ക് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ പേളിമാണിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ പേളി പിടിച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നിരകളാണ്, ആളുകളുടെ എണ്ണമാണ്. കാര്യം എന്താണെന്നല്ലേ, പേളി ഇന്നലെ ഒരു 6 പോസ്റ്റ് ഇട്ടു. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, പേളിക്കും അറിയാം. പക്ഷേ ഇത്രയും കാലം പേളി മൗനമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ചിലയിടങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു. ഇവരെ പോലുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കുട്ടികളെ എന്തിനു ചേർത്ത് നിർത്തുന്നില്ല എന്നുള്ള ചോദ്യങ്ങളെ ഭയന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച് ഇരട്ടത്താപ്പോട് കൂടിയ ന്യൂട്രൽ പോയിന്റിൽ നിന്നുള്ള ഒരു പോസ്റ്റ് അങ്ങോട്ട് കാച്ചുകയും അത് മനസ്സിലാക്കിയ ആളുകൾ വളരെ മാന്യമായിട്ട് അവരുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയും ചെയ്തു. ചോദിച്ച ആളുകളെല്ലാം പിടിച്ച് ബ്ലോക്ക് ചെയ്തു, ആ കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലെനിക്ക് ഒരു അതിശയോക്തിയും തോന്നുന്നില്ല, ഒരു അത്ഭുതവും തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പേളിമാണിക്ക് ഒരു പക്ഷേ നീറ്റിൻ്റെ എക്സാമിൻ്റെ മഹാത്മ്യം, അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്ത് എന്ന് തിരിച്ചറിവുണ്ടാവില്ല, സ്വാഭാവികം. കാരണം തീരെ ചെറിയ പ്രായത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന പേളിമാണി ജീവിതത്തിൻ്റെ തിരക്കും ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്തു. വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അവരെത്തി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ബോധവതിയാകില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ അതിശയോക്തിയൊന്നും തോന്നിയില്ല. പക്ഷേ പേളിമാണി എന്ന മോട്ടിവേഷൻ സ്പീക്കർ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി മോട്ടിവേഷൻ ചെയ്യുന്ന പേളിമാണി എന്തിന് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ ഒരു വീഡിയോ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എവിടെയോ പോകാൻ വേണ്ടി പേളി ഒരു ഊബർ ബുക്ക് ചെയ്യുന്നു, ടാക്സി. ആ ടാക്സി ഡ്രൈവർ മാസ്ക് ധരിച്ചിരിക്കുന്നത് കാരണം പേളി ചോദിക്കുന്നു, താങ്കൾ എന്തിനാണ് മാസ്ക് ഇപ്പോൾ ധരിക്കുന്നത്, ഇപ്പോൾ കോവിഡ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഡ്രൈവർ ആയിരിക്കുന്ന യുവാവ് പറയുന്നു, ചേച്ചി എനിക്ക് മാസ്ക് ഊരുന്ന ഇഷ്ടമല്ല, ബിക്കോസ് എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ വീട്ടുകാർക്കോ അറിയില്ല, ഞാൻ എറണാകുളത്ത് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് നാണക്കേടായെന്ന് പറഞ്ഞു. അത് കേട്ട ഉടൻ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള പേളിമാണി ആ യുവാവിനെ താൻ ചെയ്യുന്ന ജോലിയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുകയും മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ നാണക്കേട് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും നമുക്ക് വേണ്ടി നമ്മൾ എന്ത് കഷ്ടപ്പാടുകൾ സഹിക്കുന്നോ അതൊക്കെ പ്രിവിലേജ് ആയിട്ട് കാണണം എന്ന് മനസ്സിലാക്കി കൊടുത്ത മോട്ടിവേഷൻ സ്പീക്കറായ പേളിമാണി. കൊറോണ അതിൻ്റെയൊക്കെ തൊട്ട് മുന്നത്തെ വർഷം സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ ജീവിക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിയറ്റ് പോലുള്ള 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിൽ പെർ ഹെഡിന് 4000 rupees ടിക്കറ്റ് ചാർജ് ഈടാക്കി നടത്തിയ മോട്ടിവേഷൻ ക്ലാസുകൾ, പേളിമാണിയും അവരുടെ പിതാവായിട്ടുള്ള ഡോക്ടർ മാണിപ്പോളും ചേർന്ന് നടത്തിയ മോട്ടിവേഷൻ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒറ്റ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ, താഴേക്കിടയിലുള്ള, അതായത് കാറ്റഗറൈസ് ചെയ്യുകയല്ല ഞാൻ. സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത പേളിമാണി ശരിക്കും ഡോക്ടേഴ്സിൻ്റെയും കളക്ടേഴ്സിൻ്റെയും മക്കളായിരുന്നു. ആ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പെർ ഹെഡ് 4000 ടിക്കറ്റ് ചാർജ് കൊടുത്ത് മാരിയറ്റ് പോലുള്ള ഹോട്ടലിൽ 4 മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അന്ന് ഇവരുടെ വീഡിയോ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ആവറേജ് കാറ്റഗറിയിലുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കല്ലേ മോട്ടിവേഷൻ വേണ്ടത്? കാരണം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു മോട്ടിവേഷനും അവർക്ക് ഫുൾ സപ്പോർട്ടും ഒക്കെ കിട്ടിയാണ് വളരുന്നത്. അവർക്ക് മോട്ടിവേഷൻ വേണ്ട എന്നല്ല, കൂടുതൽ വേണ്ടിയിരുന്നത്, എസ്പെഷ്യലി പേളിമാണിയെ പോലുള്ള ആളുകളുടെ മോട്ടിവേഷൻ കൂടുതൽ വേണ്ടിയിരുന്നത് കുറച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഞാനത് തിരുത്തുന്നു. അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടാതിരുന്നത് നന്നായി. അപ്പോൾ പറഞ്ഞു വന്നത്, മോട്ടിവേഷൻ സ്പീക്കറായിരിക്കുന്ന, കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കുട്ടികളെ ചേർത്ത് നിർത്തുന്ന, വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻസ്, കരിയർ ഗൈഡൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന പേളിമാണി എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ കലാപത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, പട്ടിണിയിലൂടെ, ഒരുപാട് അടികൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ ഇരന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന യുവജനങ്ങളെയും ചേർത്ത് നിർത്തി ഒരു പോസ്റ്റ് പോലും ഇത്ര നാളും ഇട്ടില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പിന്നെ സമൂഹത്തിൽ നിന്നും നെഗറ്റിവിറ്റി വരുമോ എന്ന് ഭയന്ന്
ഇരട്ടത്താപ്പോട് കൂടിയ ആ ഒരു പോസ്റ്റ് ഇട്ട മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള പേളിമാണിയെക്കുറിച്ച് എനിക്ക് അതിശയോക്തിയല്ല, പുച്ഛമാണ് തോന്നുന്നത്. എല്ലാം ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യുമ്പോൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇരട്ടത്താപ്പ് പുറത്ത് വരും എന്നുള്ളത് ഇതിനോടകം പേളിമാണിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നീറ്റ് എക്സാമിനേഷൻ എന്താണെന്നും അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്താണെന്നും തിരിച്ചറിഞ്ഞിട്ടല്ല ഓരോ വ്യക്തികളും ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം പോലും തിരിച്ചറിയാതെ വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മോട്ടിവേഷൻ സ്പീക്കറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ കുറിച്ചോ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചോ ഒരു ആക്ട്രസിനെ കുറിച്ചോ അല്ല. ഇതിൻ്റെയൊക്കെ അപ്പുറം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, എൻ്റെ ഫാദർ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് എന്ന് ഉറക്കെ പറയുന്ന പേളിമാണിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നീറ്റ് എക്സാമിനേഷൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പേളിക്കറിയില്ലേ? ഓരോ കുട്ടികളും കടന്നു പോകുന്ന കനൽ വഴികൾ പേളിമാണിക്കറിയില്ലേ? ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ്റെ ആ സമയത്ത് മാധ്യമങ്ങളിലൂടെ കേട്ട ഒരു വാർത്ത എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. കോഴിക്കോട് എവിടെയാണെന്ന് തോന്നുന്നു, ഒരു കുട്ടി എക്സാം ഹോളിലേക്ക് കടന്നപ്പോൾ അവിടെ നിന്ന് അധ്യാപകർ അവളെ ബ്ലോക്ക് ചെയ്തു. ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് എക്സാം ഹോളിൽ കടക്കാൻ പാടില്ല, ബിക്കോസ് അതിൽ പോക്കറ്റോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സഹോദരൻ ഇവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ഫീറ്റൊക്കെ ഉയരമുള്ള ഒരു ആളാണ്. അപ്പോൾ ആ സഹോദരൻ ധരിച്ചിരിക്കുന്ന അത് തന്നെ എക്സ്ട്രാ ലൂസായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ആ ഷർട്ട് നീ ധരിച്ചിട്ട് നിൻ്റെ ഡ്രസ്സ്, അതായത് ഈ പെൺകുട്ടിയുടെ ഡ്രസ്സ് സഹോദരന് കൊടുക്കുക. അങ്ങനെ ഈ പെൺകുട്ടിയും ഈ സഹോദരനും കാറിലേക്ക് ചെല്ലുന്നു. സഹോദരൻ പുറത്ത് നിൽക്കുന്നു. ഈ പെൺകുട്ടി സൺഷെയ്ഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് സഹോദരൻ്റെ ഡ്രസ്സ് ധരിക്കുന്നു കാറിനുള്ളിലിരുന്ന്. കൗമാരക്കാരത്തിയായിട്ടുള്ളൊരു പെൺകുട്ടി കാറിനുള്ളിലിരുന്ന് ഡ്രസ്സ് മാറുമ്പോൾ അവൾക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, അവൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, ഇതൊക്കെ മറികടന്ന് അവൾ ആ എക്സാം ഹോളിലേക്ക് ചെന്ന് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ കഷ്ടപ്പെട്ട് അവൾ ആ എക്സാം എഴുതി. റിസൾട്ട് വരുന്നതിന് തൊട്ടു മുന്നേ പറയുകയാണ് ചോദ്യ പേപ്പറുകൾ ചോർന്നു എന്ന്, എക്സാം റദ്ദ് ചെയ്യുന്നുവെന്ന്. ഇത് കേട്ട് 15ഓളം കുട്ടികളാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ആത്മഹത്യ ചെയ്തത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കും, മോട്ടിവേഷൻ സ്പീക്കേഴ്സുകൾ നിങ്ങൾ ചിന്തിക്കും, മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ടേ ഈ ആത്മഹത്യ ചെയ്യുന്നത് നിസാരമാണെന്ന് വിചാരിക്കും. 10ാം ക്ലാസ് തോൽക്കുന്ന കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഇവരുടെ കുബുദ്ധിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടാണ് നീറ്റ് പോലുള്ള എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് ഒരുക്കുന്നത് മാതാപിതാക്കൾ. എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ എല്ലാം തികഞ്ഞ സമൂഹത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളാവണമെന്നില്ല. അവരൊക്കെ ലോൺ എടുത്തും കടമെടുത്തും ഒക്കെ ഈ കോച്ചിങ് ക്ലാസ്സിനെ വിട്ട് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 16 മണിക്കൂറുകൾ തുടങ്ങി 19 മണിക്കൂർ വരെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് എഴുതിയ എക്സാം. 16 മണിക്കൂർ പേളിമാണിയാണെങ്കിലും ഞാനാണെങ്കിലും അധ്വാനിക്കുമോ? കഠിനാധ്വാനം ചെയ്യും. എന്തിന്? ഒരു പാക്കറ്റ് ചിപ്സ് കഴിച്ചുകൊണ്ട് 16 മണിക്കൂർ ഇരിക്കുമോ ഒരു ചെയറിൽ? അത്രയേറെ അവരുടെ ബ്രെയിനിന് സ്ട്രെസ്സ് കൊടുത്ത് അവരുടെ ശരീരത്തിൻ്റെ ക്ഷീണത്തെ പോലും മനസ്സിലാക്കാതെ ആ ഒരു അഗ്നി പരീക്ഷ നേരിട്ടതിന് ശേഷം റിസൾട്ട് അറിയാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ പറയുകയാണ് എക്സാം റദ്ദ് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുവെന്ന്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ വിദ്യാർത്ഥികൾ ഇത് അനുഭവിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. പല മാതാപിതാക്കളും നിരാലംബരായി. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ പേളിമാണിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി വന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു ആക്ട്രസ് ഇതൊന്നും അറിയണമെന്നില്ല എന്നുള്ളത് പേളിമാണിക്ക് ബാധകമല്ല. കാരണം പേളിമാണിയും പേളിമാണിയുടെ കുടുംബത്തിലുള്ള പല ആളുകളും വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യുന്നവരാണ്. വീണ്ടും ഞാൻ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കല്ലേ ശരിക്കും ഈ മോട്ടിവേഷനും ബാക്ക് സപ്പോർട്ടും ആവശ്യമുള്ളത്? സമൂഹത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ വേണ്ട എന്നല്ല പറയുന്നത്. ഏറ്റവും നല്ല സ്കൂളുകളിൽ ട്രെയിൻഡായിട്ട് പഠിച്ചു വളരുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ആവശ്യം സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പേളിമാണിക്ക് പറ്റാത്തതൊന്നുമല്ല. പക്ഷേ എല്ലാം ഒരു ബിസിനസ്സാണ്. കാർ ഡ്രൈവറിനെ കുറിച്ച് പറഞ്ഞില്ലേ, മാസ്ക് ധരിച്ച് സ്വന്തം ജോലി അധികം അഭിമാനത്തോടെ അല്ലാത്ത രീതിയിൽ കാണുന്ന കാർ ഡ്രൈവർ. മാത്രമല്ല ഒരു മോട്ടിവേഷൻ സ്പീക്കർ തനിക്ക് നേരെ വരുന്ന നെഗറ്റീവ്സിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കണം എന്നുള്ള ക്ലാസ്സിന് ഞങ്ങൾ എടുത്തു തരണമായിരിക്കും. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ ഭാഗത്തെ കുറവുകൾ, അതും സോഷ്യൽ മീഡിയയിൽ, സൊസൈറ്റിയിൽ, പബ്ലിക്കിൻ്റെ മുന്നിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ
നിങ്ങളെക്കാൾ കൂടുതൽ സ്റ്റാൻഡേർഡോടുകൂടി നിങ്ങളെ കാണുന്ന കുട്ടികൾ വളരെ സഭ്യതയോടുകൂടി കമൻറ്റുകൾ ഇടുമ്പോൾ അതിനെ പോലും എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ല ഒരു ഇൻഫ്ലുവൻസറാണ്. പക്ഷേ നല്ല ഒരു മോട്ടിവേഷൻ ഞാനിനി പറയുന്നില്ല. ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിനെക്കുറിച്ചും വഴിയിൽ കാണുന്ന ഓരോ ആളുകളോട് സംസാരിച്ചതിനെക്കുറിച്ചും ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒരു കോണ്ടൻ്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ മുഖംമൂടി ധരിച്ച് സൊസൈറ്റിയിൽ നിൽക്കുന്ന ആളുകൾ, അതായത് ഒരു നാടകത്തിന് നിൽക്കുന്നത് പോലെ, നാടകത്തിന് ചായമൊക്കെ തേച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ആളുകൾ ഈ പ്രൊട്ടസ്റ്റ് പോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ മൗനതയായിട്ട് നിന്നു. അവിടെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ, വെറും കപ്പലണ്ടി കഴിച്ച് വിശപ്പടക്കുന്ന കുഞ്ഞുങ്ങൾ, അടി വാങ്ങിക്കൂട്ടുന്ന മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, ഇവരുടെ ഒന്നും വേദന മനസ്സിലാക്കാൻ പറ്റാത്തൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണ് പേളിയെങ്കിൽ എനിക്ക് ശരിക്കും, അതായത് അതിശയോക്തിയേക്കാൾ കൂടുതൽ വളരെയധികം ക്ഷയം തോന്നുകയാണ് പേളി.